ഈ ആലയത്തിലേക്ക്, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആലയത്തിലേക്ക് നമ്മളെ പ്രത്യേകമായിട്ട് ക്ഷണിച്ചതിന്, ഓൺലൈനിലൂടെയും അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ആയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും നമുക്ക് ഒരു നിമിഷം ഈ അൾത്താരയിൽ സമർപ്പിച്ച് സഹോദര ബുദ്ധിയ പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലുള്ളൊരു ആരാധനാമധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛന് പ്രത്യക്ഷയായത്. പരിശുദ്ധ അമ്മ അന്ന് നൽകിയ സന്ദേശം ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്നാണ്. നമുക്കറിയാം, കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടിയിലൂടെയും ഓൺലൈൻ ഉടമ്പടിയിലൂടെയൊക്കെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഒരു ദുരന്ത കാലയളവിലാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്നിധാനത്തിലേക്ക് അവർ നീന്തിക്കയറിയിട്ടുള്ളത്. അവരോടെല്ലാം ദൈവമാതാവ് പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ പ്രാർത്ഥനയിൽ മുറുകെ പിടിക്കുക. അതുകൊണ്ട് തന്നെയാണ് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് ജീവിത നവീകരണം വരുത്തി കാരുണ്യ പ്രവർത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ കൃപയ്ക്ക് പാത്രമാകുവാൻ നമ്മൾ സ്വയം ഒരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നാളിതുവരെ ഉടമ്പടിയിൽ വന്നുപോയിട്ടുള്ള പാകപ്പിഴകളെ ഓർത്ത് നമുക്ക് അനുദപിക്കാം. വരും ദിവസങ്ങളിൽ കൂടുതൽ തീക്ഷ്ണതയോടെ ആത്മാവിൽ ജ്വലിച്ച് ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ കൈയും കാലുമായി ശുശ്രൂഷ ചെയ്യുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ തന്നെയാണ് നമ്മുടെ മാതൃക. ഒരു നിമിഷം നമുക്ക് ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും ദൈവപിതാവിൻ്റെ കരങ്ങളിൽ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഗാന ശുശ്രൂഷയിലായിരിക്കുന്ന സഹോദരങ്ങൾ, മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കുന്ന സഹോദരങ്ങൾ, മീഡിയയിലായിരിക്കുന്ന സഹോദരങ്ങൾ, ക്യാമറ കൈകാര്യം ചെയ്യുന്ന സഹോദരങ്ങൾ, സൗണ്ട് കൈകാര്യം ചെയ്യുന്ന സഹോദരങ്ങളോടൊപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും ഒരിക്കൽ കൂടി നമുക്ക് ഈ അൾത്താരയിൽ സമർപ്പിക്കാം. ഏറെ പ്രത്യേകമായിട്ട് എല്ലാറ്റിനും ഉപരിയായി ഈ ധ്യാനം നയിക്കുന്ന ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ചില ജീവിത നിലപാടുകൾ, സമീപനങ്ങളൊക്കെ കൃപയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്നവയാണ്. അതെല്ലാം വചനത്തിലൂടെ വെളിപ്പെട്ട് കിട്ടുവാനും അതുവഴി നമ്മുടെ ആത്മാവിൽ വലിയ ചലനങ്ങളുണ്ടാക്കി പുതിയ സൃഷ്ടികളായി രൂപാന്തരപ്പെടാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ വചനം കേൾക്കുവാൻ നമ്മുടെ അന്തരംഗങ്ങളെ ഒരുക്കാം. ഈശോയുടെ തന്നെ തനി വചനമാണ്: ആരെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഈശോയെ, ഞങ്ങളെ ഈ ആരാധനാ മണിക്കൂറിൽ ദാഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയ്ക്ക് വേണ്ടി, പരിശുദ്ധാത്മദാന ഫലങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ ദൈവമാതാവ് ദൂതൻ്റെ സന്ദേശത്തിന് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് മറുപടി പറഞ്ഞ് ദൈവഹിതത്തിന് തന്നെ പൂർണ്ണമായി സമർപ്പിച്ചതുപോലെ ഞങ്ങൾ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും ഇപ്പോൾ ഈ ആരാധനയിലൂടെ കർത്താവിൻ്റെ കൃപ പ്രത്യേകമായിട്ട് വന്നു നിറയാൻ വേണ്ട എല്ലാ മേഖലകളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദിവികാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് ഒരു നിമിഷം ഉച്ചത്തിൽ സ്തുതിക്കാം. ഹാലലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹാലലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹാലലൂയ. യേശുവേ, ഞങ്ങളിൽ ദൈവ സ്നേഹം നിറയ്ക്കണമേ. ആത്മാവിൽ ജ്വലിച്ച് നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹാലലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന.
സ്നേഹത്തൂവാല കൊണ്ട് തുടയ്ക്കാം എൻ്റെ ഈശോയെ നിൻ പൂമുഖം. സ്നേഹത്തൂവാല ഞാൻ കുരുക്കാം ഈശോയെ നിൻ മാറിൽ ചാർത്താം. ദൈവസ്നേഹത്തോടെ ചേർന്ന് പാടാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ കാരുണ്യത്തിന് സ്നേഹവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് സ്നേഹവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന വിശ്വാസത്തോടെ നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ. സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാവാ, സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെൺശോഭയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുകയും
കൂടുതൽ അനുഭവിക്കപ്പെടും. ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും ഞങ്ങൾക്ക് ആവശ്യമായ ആശീർവാദവും ഞങ്ങൾക്ക് ആവശ്യമായ സന്ദേശവും ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ ആത്മാവ് സംസാരിക്കുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ആരാധന ആരാധന സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴാം. സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, സ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ സമൂഹത്തിൽ പ്രത്യേക നിയോഗങ്ങളും നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ യേശുവിൻ്റെ വലിയ സാന്നിധ്യത്തിൽ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് സമർപ്പിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നാളിതുവരെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്തു പോയിട്ടുള്ള എല്ലാ മക്കളെയും കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും ഈ അൾത്താരയിൽ ആരാധനയോട് ചേർത്ത് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിനെ സാക്ഷികളാക്കി ആ മക്കളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. കൊണ്ടു തുടങ്ങാം എൻ്റെ ഈശോയെ നിൻ പൂമുഖം സ്നേഹപൂമാല ഞാൻ കുരുങ്ങാം. ഈശോയെ എഴുന്നേറ്റ് നിന്ന് എല്ലാവരും പാടി പ്രാർത്ഥിക്കാം. സ്നേഹത്തൂവാല കൊണ്ടു തുടങ്ങാം എൻ്റെ ഈശോയെ നിൻ പൂമുഖം സ്നേഹപൂമാല ഞാൻ കുരുങ്ങാം. ഈശോയെ നിൻ മാറിൽ കൈകൾ വീശി പാടാം. വാ സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെൺശോഭയേ. ഉച്ചത്തിൽ ചേർന്ന് പാടാം. വാ സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെൺശോഭയേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം മഹത്വം, ആരാധന ആരാധന. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ വചനം കേൾക്കുവാൻ ഞങ്ങളുടെ അന്തരങ്ങളെ ഒരുക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. മേഘത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെളിച്ചമേ. വാവാ സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാവാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെളിച്ചമേ. വാവാ സ്നേഹം, വാവാ സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാവാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെളിച്ചമേ. കൈകൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന. വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന. സൗഖ്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഈ നിമിഷങ്ങളൊക്കെ മാറ്റപ്പെടുവാൻ ഹല്ലേലൂയ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഹല്ലേലൂയ. അമ്മയുടെ വലിയ സാന്നിധ്യത്തിന്റെ നിറവിൽ, യേശുവിന്റെ വലിയ സാന്നിധ്യത്തിന്റെ നിറവിൽ യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. അങ്ങയുടെ ഉദാശയുടെ യേശുവേ നന്ദി, യേശുവേ ആരാധന. മാറ്റമെല്ലാം സ്വീകരിക്കട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവമേ, അങ്ങ് ഞങ്ങളോട് പക്ഷാവരത്തോടെ ഹല്ലേലൂയ. യേശുവേ ആരാധന. ദൈവമേ, ഞങ്ങളോടൊന്ന് സംസാരിക്കണമേ. ആമേൻ. ഞങ്ങളോടൊന്ന് സംസാരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം. ശക്തി ദൈവമേ. ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം ദൈവമേ. ആരാധന, ആരാധന. ഈശോയേ, ഞങ്ങളോട് അങ്ങയുടെ ആത്മാവ് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. പൂഞ്ചോലി ഞാൻ എടുക്കാം. ശ്രുതികട്ടെ. ഹല്ലേലൂയ. സ്നേഹരാജാവേ, എന്നുള്ളിൽ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെളിച്ചമേ. പക്ഷാവരത്തോടെ ശ്രുതികട്ടെ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന.
സ്നേഹത്തിൻ പൂതിലായി സ്നേഹഭൂമികൾ ഞാൻ വിരിക്കാം. സ്നേഹത്തൂലികൾ കൊണ്ടു കുറിക്കാം എൻ്റെ ഈശോയെ നിൻ കീർത്തനം. സ്നേഹത്തൂലാൽ ഒരുക്കാം എൻ്റെ ഈശോയെ ഒരു വെള്ളിയിടം. എൻ്റെ ഈശോയെ ഒരു വെള്ളിയിടം. സ്നേഹരാജാവേ എന്നും എന്നുള്ളിൽ വാ. സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ വെൺശോഭയേ വാ. സ്നേഹരാജാവേ എന്നും എന്നുള്ളിൽ വാ. സന്തോഷത്തോടെ ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കൈയടിച്ചു വഴികളിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ സ്നേഹപ്പൊൻദീപം ഞാൻ തെളിക്കാം. സ്നേഹപ്പൊൻദീപം ഞാൻ തെളിക്കാം. ഈശോയെ നീ വരും വഴികളിൽ എൻ്റെ ഈശോയെ നീ വരും വഴികളിൽ നല്ലവനായ ഈശോയെ, നിന്റെ സാന്നിധ്യത്തിൽ നിന്റെ
അഭിഷേകാർത്ഥികൾ ആന്തരികമായി ആഹ്ലാദിക്കുന്ന സ്വർഗീയ നിമിഷങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിച്ചതിനെ സ്വസ്ഥം ചെയ്യുന്നു. അമ്മേ പരിശുദ്ധമേ, സ്വർഗത്തിൻ്റെ ഭൂലോകത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധമേ, കൃപാസനത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെടുവാൻ അപ്പൻ്റെ കൽപ്പന കിട്ടിയ അമ്മേ, ഈ ലോകത്തിൻ്റെ ദുരന്തങ്ങൾക്ക് വേണ്ടി സമാധാനത്തോടെ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടൊരു സമൂഹത്തിൽ നടക്കുന്ന ആരാധന പ്രതിഷ്ഠിതമായിരിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട്, ഞങ്ങളുടെ ജീവിതം മുഴുവൻ അർപ്പിച്ചുകൊണ്ട് ഇവിടെ തീർത്ഥാടനത്തിലിരിക്കുന്നവരും ദൂരങ്ങളിൽ ഓൺലൈനിലിരിക്കുന്നവരും അവരുടെ ജീവിതങ്ങളിലെല്ലാം കർത്താവിൻ്റെ തിരുപ്രഭാതം വലതുകരത്താൽ അവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവെ ശരീരത്തിൽ അവർ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അടിപ്പിടർ പോലെ ദിവ്യ ആഘാതം പോലെ ദൈവികശത്തെ അവിടേക്ക് ആവശ്യിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. സ്നേഹത്തിൻ ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നൽകണമേ. ആരാധന ആരാധന. ഹല്ലേലൂയ 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 ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 യേശുവേ മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദി യേശുവേ ആരാധന. ഹല്ലേലൂയ നമുക്ക് അഭിഷേകം കിട്ടുന്ന ഒരു ദിവ്യകാരന്റെ ഗാനം ആരംഭിക്കാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട് സന്തോഷത്തോടെ സ്നേഹമേ പാടുക. ും
ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമായ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഇരുപത്താഴം തിരുവത്താഴമേശയിൽ സമ്മാനം, തിരുവത്താഴമേശയിൽ സമ്മാനം, ഓ ദിവ്യമായ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് വളരെ പ്രസാദിച്ച് നിൽക്കുന്ന ദൈവിക നിമിഷമാണ്. നിങ്ങൾ തന്നെ ഒത്തിരി പേര് തീരുമാനമെടുത്തിട്ടുണ്ട്, ഇനി ദൈവത്തിന് വേണ്ടി ജീവിക്കാം. അപ്പോൾ ദൈവം എനിക്ക് വേണ്ടി ജീവിച്ചോളാം. നമുക്ക് യേശുക്രിസ്തുവിന് നൽകിയവൻ അവനോടുകൂടി സമസ്തവും നമുക്ക് നൽകിയില്ലേ എന്ന് പറയുന്ന ആ ദൈവിക സ്നേഹത്തെ തൊടുകയാണ് ജീവിത സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നത്. കർത്താവെ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പരിമിതികളുണ്ട് കർത്താവെ, ഞങ്ങളത് തിരിച്ചറിയുന്നുണ്ട്. എങ്കിലും കർത്താവെ, നിനക്ക് വേണ്ടി ജീവിക്കാൻ നിൻ്റെ കൈയും കാലുമായി എൻ്റെ കൈയും കാലുകളെ മാറ്റിക്കൊണ്ട് ഇനിയുള്ള ശേഷിച്ച കാലങ്ങളിൽ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവെ, കൃപയ്ക്കുമേൽ കൃപ ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും കൃപയുടെ കൈമാറ്റത്തിൻ്റെ ആളായ്മയായി മാറാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. കൃപയുടെ കൈമാറ്റ പോരാളികളാക്കി ഞങ്ങൾ ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. എന്നിൽ നിറയണമേ, ദാതാവരേണമേ, സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ശിരസ് നമിച്ചുകൊണ്ട് കൃപ സ്വീകരിക്കേണ്ട സമയമാണ്, അനുഗ്രഹം സ്വീകരിക്കേണ്ട സമയമാണ്. അഭിഷിക്തൻ ഉടമ്പടിയുടെ ക്രമപ്രകാരം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവേ, പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ നിന്നുകൊണ്ട് അങ്ങയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ കടലിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, മോശയെപ്പോലെ ഞാൻ കൈയുയർത്തുന്ന കർത്താവേ, അങ്ങയുടെ അവകാശവും ഓഹരിയുമായ തിരുസഭയോടും കർത്താവെ, അങ്ങനെ വിശ്വസിക്കുന്ന എല്ലാ ജനപദങ്ങളോടും നിൻ്റെ കുരിശിലെ കാരുണ്യത്താൽ തിരുരത്വത്തിൻ്റെ അപേക്ഷകൾ നൽകിക്കൊണ്ട് ഈ കർത്താവ് അടിപ്പെടുന്ന പോലെ വൈദ്യാഘാതം പോലെ ദൈവിക ശക്തി ഈ ജനങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ശ്രുതികട്ടെ. ഹല്ലേലൂയ, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. എൻ്റെ കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. നീ 6 സഹോദരങ്ങളെ കാലിൽ പൊട്ടിയതായിട്ട് കാണിക്കുന്നുണ്ട്. കാലിൽ പൊട്ടിയതും ശരീരത്തിൽ പൊട്ടിയതും ശരീരഭാഗങ്ങളിൽ പൊട്ടുകയും ചൊള്ളച്ചും അതുപോലെ തന്നെ കരിവാളിച്ചു കിടക്കുന്ന പാടുകൾ കർത്താവിൻ്റെ വിശുദ്ധമായ രഥം തളിച്ചുകൊണ്ട് യേശു പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രുതികട ശ്രുതികട. നന്ദി പറയുന്നു. ജീവന്റെ അക്ഷാപരത്തോടെ ക്യാൻസറാണോ അതുപോലെ തന്നെ ഇതുപോലെ തൊണ്ടയ്ക്കുള്ള തൈറോയിഡ് ആണോ എന്നറിയത്തില്ല. തൊണ്ടയുടെ ചുവട്ടിൽ ഇങ്ങനെ ഇടത് വശത്ത് അച്ഛൻ കാണിക്കുന്ന ഇങ്ങോട്ട് നിൽക്കുമ്പോൾ ഈ വശത്ത് വലതുവശത്ത് ഇങ്ങനെ മുഴ പോലെ കിടക്കുന്നൊരു നീണ്ട ദീർഘ ഒരു മുഴയുണ്ട്. അപ്പോൾ തൊണ്ട മുഴകളുള്ള എല്ലാ മക്കളെയും കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ശ്രുതികട്ടെ. 8 പേരെ ഈ വിഷയത്തിൽ കർത്താവ് സുഖപ്പെടുത്താണ്ട് സാക്ഷ്യം പറയാൻ കഴിയും. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഫെലിക്സ് എന്ന പേര് പറഞ്ഞ് കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ജീവന്റെ തിരുഭോജ്യമേ ആരാധന
തല കണ്ടമാനം വല്ലാതെ വിയർക്കും, മുടി വല്ലാണ്ട് കൊഴിയും, എപ്പോഴും നീർക്കെട്ടലുണ്ടാകും. അങ്ങനൊരു വ്യക്തി കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ചെവികൾക്ക്, വലത് ചെവിക്ക് എന്തോ കുത്തിത്തിരിച്ച പോലെ, മാംസം വളരുന്ന പോലെ കേൾവിക്കുറവുണ്ട്. അങ്ങനെയുള്ള എല്ലാ വ്യക്തികളും ചെവി പൊത്തി പ്രാർത്ഥിക്കാൻ പറയുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നും കൂടെ ഇരിപ്പ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന കുടില് പോലുള്ള സാധനങ്ങൾ, പീസെപ്റ്റുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പറേഷന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരും ഓപ്പറേഷൻ സ്ഥാനങ്ങളിൽ അവരിവിടെ ഇല്ല, അവരുടെ ബന്ധുക്കളാണ് ഉള്ളതെങ്കിൽ ഓൺലൈനിൽ കേൾക്കുന്നവരും ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ സ്ഥാനങ്ങളിൽ എൻ്റെ വലത് കൈ വെച്ചുകൊണ്ട് കർത്താവിൻ്റെ കൈകളായി രൂപാന്തരപ്പെടുത്താൻ വേണ്ടി അമ്മമാതാവ് പ്രാർത്ഥിക്കുന്ന സമയമാണ്. പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, ഓപ്പറേഷൻ ചെയ്യുന്ന എല്ലാവരും തിയേറ്ററുകളിൽ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകുകയും അമ്മ തന്നെ അത് നിർവഹിക്കുകയും പൂർണ്ണമായി സൈഡ് എഫക്ട്സ് ഇല്ലാതെ ഓപ്പറേഷൻ പോലും വേണ്ടാതെ സുഖപ്പെടുത്തുന്ന ദൈവമേ, ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉദരത്തെ കൈവച്ചിട്ട് പ്രാർത്ഥിക്കട്ടെ. ഊടിന് താഴെയും മുകളിലും കുടലിന്, വൻകുടലിനും ചെറുകുടലിനും വീക്കമുള്ളവരെ, സിസ്റ്റുള്ളവരെ, മൂത്രാശയത്തിൽ കല്ലുള്ളവരെ, PCOD-ക്കാരെ, അതുപോലെ RSS രോഗികൾ എല്ലാവരും ഉദരത്തെ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്വാസകോശ രോഗികൾ നെഞ്ച് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളംകാലം വരെ ആന്തരിക അവയവങ്ങൾക്ക് രോഗം പറ്റുന്നവരെ ശിരസിൽ കവിച്ച് പ്രാർത്ഥിക്കട്ടെ. അതിശക്തമായി സ്തുതിക്കട്ടെ. മാതാവിൻ്റെ മധ്യസ്ഥർ യേശുവിൻ്റെ നാമത്തിൽ സ്തുതിക്കട്ടെ. കർത്താവിന് ശക്തി വെക്കട്ടെ. ഈശോ അങ്ങനെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യോഗ്യതയാ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇവിടെ നടന്ന 10,000 ആരാധന ശക്തിയാൽ എല്ലാവരും കർത്താവ് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും, ഓൺലൈൻ പ്രാർത്ഥിക്കുന്ന മകനെയും, മാർഗ രോഗങ്ങൾ, തീരാ വേദിക, ജീവ ദുരിതങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. പ്രാർത്ഥിച്ചപ്പോഴേ കർത്താവ് നമ്മൾ പറയാത്ത ഒരു വിഷയം സുഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നടുവിൻ്റെ ഡിസ്ലൊക്കേഷനാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ അരക്കെട്ടിൻ്റെ ഡിസ്ലൊക്കേഷൻ ഉണ്ടായിട്ടുള്ളവരെ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പറയാതെ തന്നെ അങ്ങനെ ആരോ ചെയ്തിട്ടുണ്ട് ലേഡികൾ, അവരെ കർത്താവ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴ് നടുവിന് വേദന ഉള്ളവരും അതുപോലെ തന്നെ അരക്കെട്ടിന് നീര് കെട്ടുന്നവരും ഇരിക്കാൻ പ്രയാസമുള്ളവരൊക്കെ അരക്കെട്ടിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്, സൂക്ഷിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കിഡ്നി രോഗികളും ആ കിഡ്നി സ്ഥാനങ്ങളിൽ ബാക്ക് വശം കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ അരക്കെട്ടിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നവർ യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് സ്പോണ്ടിലോസിസ് രോഗികളെ, സ്പൈനൽ കോഡിന് അസുഖമുള്ളവരെ പിൻകരുത്ത് കൈവച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. സ്പോണ്ടിലോസിസ് രോഗികളെ, സ്പൈനൽ കോഡിന് അസുഖമുള്ളവരെ പിൻകരുത്ത് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ പിൻകരുത്ത് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവന്റെ തിരുഭോജ്യമേ, ആരാധന ജീവന്റെ തിരുഭോജ്യമേ.
നിൽക്കുക. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ജീവിത പ്രശ്നങ്ങളാണ്. ജപ്തി നടപടികൾ, സ്ഥലം വിൽക്കാത്തവരെ, വിൽക്കാൻ പറ്റാതിരിക്കുന്നവരെ, പരീക്ഷ എഴുതിയിട്ട് റിസൾട്ടിനായിട്ട് പ്രതീക്ഷിക്കുന്നവരെ, പരീക്ഷ എഴുതാൻ പോകുന്നവരെ, മക്കൾ ഇല്ലാത്തവരെ, പ്രഗ്നൻസിയിലെ തകരാറുകളുള്ളവരെ, ഗർഭസ്ഥ ശിശുവിന് തകരാറുണ്ടെന്ന സ്കാനിങ്ങിൽ റിപ്പോർട്ടുള്ളവരെ, മക്കൾ ദുർനടപ്പിലായിരിക്കുന്നവരെ, തെറ്റായ പ്രണയത്തിൽ അകപ്പെട്ട് കുടുംബത്തിന് ഭയങ്കര തകർച്ചയ്ക്ക് കാരണമാകുന്നവരെ, കുടുംബ തകർച്ചയുള്ള മാതാപിതാക്കന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, സാമ്പത്തിക വരുമാനമില്ലാത്തവർ, വരുമാന മാർഗങ്ങൾ അടഞ്ഞുപോയവർ, കടകമ്പോളങ്ങൾ വ്യവസായങ്ങളും ശുഷ്കിച്ചു പോയവർ, നിവൃത്തിയില്ലാതെ രാജ്യം വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നവർ, പലതരത്തിലുള്ള വിഷമതകളിൽ വലയുന്നവർ, കേസിലും കള്ളക്കേസിലും ഒക്കെ അകപ്പെട്ടവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അവരെല്ലാം വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ശാരീരികത്തിൽ നീര് കെട്ടിക്കിടക്കുന്നവരെ കർത്താവ് വീണ്ടും കാണിക്കുന്നുണ്ട്. അസ്ഥിക്കുഴകളിൽ അകൽച്ചയുള്ളവരെ കർത്താവ് കാണിക്കുന്നുണ്ട്. ത്വക്ക് രോഗികൾ, പൊറുക്കാത്ത വ്രണങ്ങൾ, പല ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് വെയിറ്റ് കുറഞ്ഞ് വരുന്നവരെ, ജോലി ചെയ്യാൻ പറ്റാത്തവർ, ജോലി ഇല്ലാത്തവർ, ജോലി കിട്ടാത്തവർ, ജോലിക്ക് വിളിക്കുമ്പോൾ പലതരത്തിലുള്ള ഇൻ്റർവ്യൂ തടസ്സങ്ങളുള്ളവർ, ഭയമുള്ളവർ, സാമ്പത്തികമായി നിവൃത്തിയില്ലാത്തത് കൊണ്ട് മറ്റു ജോലിക്ക് പോകാൻ ശ്രമിക്കാൻ പറ്റാത്തവർ, എല്ലാം കൊണ്ട് ഇങ്ങനെ മൊഴിമുട്ടി ഗതിമുട്ടിയിരിക്കുന്നവർ, എല്ലാ മേഖലകളിലും കർത്താവ് കടന്നു വരുന്ന സമയമാണ്. കൈ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യത, കൃപാസാൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഇവിടെ നടന്ന 10,000 ഉടമ്പടിയുടെ ശക്തിയാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ മലാഖമാരെയും വിശുദ്ധന്മാരും രക്തസാക്ഷികളെയും അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശു ക്രിസ്തു നാമത്തിൽ മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ, മറ തടസ്സങ്ങൾ, ദുരിതങ്ങൾ, ജീവിത തകർച്ചകൾ യേശു ക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. കൈകൾ കൂപ്പി കണ്ണ് തുറന്ന് ദിവ്യകാരുണ്യത്തോട് അമ്മയുടെ മധ്യസ്ഥത്തിൽ അച്ഛൻ വിട്ടുപോയ കാര്യങ്ങളെ സൂചിപ്പിക്കുക. അച്ഛൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിപ്പോഴും മൗനമായി പ്രാർത്ഥിക്കുക. ഓൺലൈനുള്ളവരും അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾ മൗനമായി പ്രാർത്ഥിക്കുക. ഇപ്പോൾ മുട്ട നിൽക്കുക. ശിരസ് നമിച്ച് സമാപനാശീർവാദം സ്വീകരിക്കുക.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും